ഇപ്പൊ നിങ്ങൾ കുറവൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അത്തരത്തിലുള്ള, അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവാക്കൾക്കുള്ള കുറവ് എന്താണ്? ശരിക്കും പറയുകയാണെങ്കിൽ നെജില ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങൾ ഏതെല്ലാം രൂപത്തിലാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും എപ്പോഴും കൊണ്ടു നടക്കുന്നത്. അവരുടെ മരണം വരെയും അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആളുകളാണ്, അതായത് നിങ്ങളുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് ചർമ്മമെങ്കിലും കുറച്ച് കട്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ കുറവ് നിങ്ങളുടെ ആളുകൾക്ക് തന്നെയാണ് എന്ന് ഓർക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പൊ പിടി കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതായത് ശരിക്കും ഇത് പറയണോ വേണ്ടയോ എന്ന് പലതവണ ആലോചിച്ചതാണ്. പക്ഷേ ഇത് ഓരോ നിമിഷവും ഇവരുടെ ആ ഒരു സംസാരത്തിന്റെ ആ ഒരു രീതി ഉണ്ടല്ലോ, കുറച്ച് ഓവറായിട്ട് വരുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെതായിട്ടുള്ള ഭാഷയിൽ തിരിച്ച് നല്ല രീതിയിൽ ഒരു മറുപടി കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ മറ്റൊന്നും വിചാരിക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മറുപടിയല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ചിലർക്ക് നന്നായിട്ട് കൊള്ളണം എന്നുണ്ടെങ്കിൽ ആ ഒരു കൊള്ളേണ്ട രീതിയിൽ തന്നെ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ സമുദായത്തിനെ ഒരിക്കലും അടച്ച് അധിക്ഷേപിച്ചല്ല സംസാരിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ പറയട്ടെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടോ വിഷമങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരോടും സദയം മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. സംഭവം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നെജിലയാണ് വിഷയം. എവിടെ നോക്കിക്കഴിഞ്ഞാലും നെജിലയുടെ വിഷയങ്ങളാണ് കേൾക്കാനും കാണാനും ആയിട്ടൊക്കെ കഴിയുന്നത്. ഇപ്പൊ കുറച്ച് നാളായിട്ട് നെജിലയും നെജിലയുടെ ഫാമിലിയുമായിട്ട് നടക്കുന്ന ഓരോരോ വിഷയങ്ങളും സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. പലരും എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. റിയാക്ട് ചെയ്യുന്നവർക്കെതിരെയും നെജില സംസാരിക്കാറുണ്ട്. സ്വാഭാവികം മാത്രമാണ്. കാരണം അവരെ കുറിച്ചിട്ട് നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ സംസാരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലി പ്രോബ്ലം ഒന്നും അല്ല ഞാൻ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറേ കാലമായിട്ട് നെജില സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയുന്ന ചില വാക്കുകളുണ്ട്. അതായത് കുറവൻ, കുറത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ജാതി അധിക്ഷേപം ചെയ്തിട്ടുള്ള ആ ഒരു സംസാരമുണ്ട്. ആദ്യം നെജില ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും ലോകത്ത് ഒരു തരത്തിലുള്ള കുറവുകളും കൊണ്ടല്ല ജനിക്കുന്നത്. എല്ലാവരുടെയും ശരീരത്തിന് പൂർണ്ണതയുണ്ട്. അപ്പോൾ അഥവാ പൂർണ്ണത വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അംഗവൈകല്യങ്ങൾ സംഭവിച്ച് നമ്മൾ ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും കാലായാലും കൈയായാലും ശരീരത്തിന്റെ പല ഭാഗങ്ങളും അംഗവൈകല്യം സംഭവിച്ച് പൂർണ്ണതയിലെത്താത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടേതായിട്ടുള്ള തെറ്റൊന്നുമല്ല. അവരെന്തുകൊണ്ടോ അവർ ജനിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയി. ഒരു പക്ഷേ ദൈവം, നമ്മൾ ഈശ്വര വിശ്വാസികളായതുകൊണ്ട് തന്നെ ദൈവം അവരെ അങ്ങനെ സൃഷ്ടിച്ചതായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പക്ഷെ ഇവരുടെ ഈ ഒരു വാക്കുകളുണ്ടല്ലോ, കുറവൻ, കുറത്തി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ അങ്ങേയറ്റം താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള ഇവരുടെ ഈ ഒരു വർത്തമാനം ശരിക്കും 2026 നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർക്കാനുള്ള ബുദ്ധി പോലും ഈ ഒരു സ്ത്രീക്ക് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്. ശരിക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻസിബ വിഷയം ഉണ്ടല്ലോ, നമ്മുടെ ടിനി ടോം അൻസിബ വിഷയം. ശരിക്കും ആ ഒരു വിഷയത്തിൽ ഇത്രത്തോളം ടിനി ടോമിനെതിരെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആഞ്ഞടിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അൻസിബയെ ജിഹാദി എന്ന് ഈ പറയുന്ന ടിനി ടോം വിളിച്ചു എന്നത് പറഞ്ഞിട്ടാണ് എല്ലാവരും ടിനി ടോമിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഈ പറയുന്ന അൻസിബയ്ക്ക് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്, ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ പോലും അങ്ങനെ ഒരു വ്യക്തിയെ പറയാൻ പാടില്ല എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു ഞാനും നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ത്രീ പച്ചയ്ക്ക് വന്നിട്ട് ലൈവിലൊക്കെ വന്നിട്ട് അവർക്ക് ആരുടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ അവരെ കുറത്തി എന്ന് വിളിക്കുക, സ്വന്തം ഭർത്താവിനെ പോലും കുറവനെന്ന് പറഞ്ഞ് താരതമ്യപ്പെടുത്തുക. ഇതിനു മുമ്പ് ഇവരുടെ ചാനലിൽ വന്നിട്ട് ഇവരെ ഭർത്താവുമായിട്ട് പിണങ്ങിയ സമയത്ത് അദ്ദേഹത്തെ കുറവൻ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇപ്പോഴും നാറ്റമാണ്, നമ്മുടെ വാസ്മെല്ലാണ്. രാവിലെ ഉറക്കം നീക്കുമ്പോഴുള്ള ഈ രാത്രി കുടിച്ചതിൻ്റെ ഇതുണ്ടല്ലോ, അയ്യോ. ഞാനൊക്കെ ഈ പ്രഗ്നൻസി ടൈമിന് എനിക്ക് ഛർദിൽ കൂടുതലുള്ളത് ഷാനുള്ള ടൈമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഷാൻ്റെ ഈ സ്മെല്ല് പിടിക്കൂലായിരുന്നു. അതുകൊണ്ടിപ്പോൾ സമാധാനം, സ്വസ്ഥത, സുന്ദരം. ഇടയ്ക്കിടയ്ക്ക് അവൻ കള്ളു കുടിച്ച് ലെക്ക് ഇടുമ്പം വിളിക്കും. അതാ അവൻ്റെ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ കുളിയും നനയുമില്ലാത്ത ഒരു ലോകോത്തര ഫ്രോഡ്. അവനെ കണ്ടാൽ ഇപ്പോൾ ഒരു കുറവൻ്റെ കട്ട് തന്നെയാണ്, പറയാതിരിക്കാനൊന്നും പറ്റൂല. ഒരു മേത്തനെന്നൊന്നും പറയുന്നത് കുളിയില്ല, കഴിവക്കയില്ല. ആൾക്കാർ പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടത് തന്നെ ഇന്നും ഇടും. ഇട്ടിരിക്കുന്ന അവിടെ കലമ്പലത്തിലുള്ളവരൊക്കെ വിളിക്കും കേട്ടാ. നമ്മളെ ചാനൽ കാണുന്നവർ എൻ്റെ നമ്പർ കിടക്കുകയല്ല. കണ്ടില്ലേ, ഇത്തരത്തിലാണ് ഈ ഒരു സ്ത്രീയുടെ വർത്തമാനം എന്ന് പറഞ്ഞാൽ. ശരിക്കും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുറവുമില്ല. ഈ പറയുന്ന കുളിക്കാതെയും നനയ്ക്കാതെയുമാണ് ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്നതെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ എത്ര പേരെ അറിയാൻ കഴിയും? നിങ്ങൾ ഏത് ഹരിജനങ്ങളുടെ അടുത്ത് പോയപ്പോഴാണ് നിങ്ങൾക്ക് സ്മെല്ലടിച്ചത്? കുളിക്കാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് എപ്പോഴാണ്? ഏതെങ്കിലും ഒരു ഈ പറയുന്ന നിങ്ങൾ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു യുവാവിന്റെ അടുത്ത് ചെന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുന്നത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ഹൈന്ദവ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആള് വന്നിട്ട് പബ്ലിക്കായിട്ട് ഇതുപോലെ ജിഹാദി 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 എന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ
അങ്ങനെ പറയുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്നടങ്കം ആ ഒരു വ്യക്തിക്ക് നേരെ തിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതാണ് ഞാൻ നേരത്തെ അൻസിബയുടെ വിഷയം എടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് ഒരു നല്ല ഒരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും നിങ്ങൾ ഹൈന്ദവ സമുദായത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ പറയുന്ന നിജില എന്ന് പറയുന്ന വ്യക്തി. ശരിക്കും ഇതിനെതിരെ ആരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഹൈന്ദവരെ ആർക്ക് വേണമെങ്കിലും എന്തും പറയാമല്ലോ, അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഹൈന്ദവർ പോലും ഉണ്ടാവില്ല. കാരണം ഈ പറയുന്ന വ്യക്തികൾക്ക് ഒരു കുറവ് എവിടെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന പല ഹൈന്ദവരും ഉണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ പറയാനും ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരിക്കലും ആരുടെയും പക്ഷം നിൽക്കില്ല. ഇത്തരത്തിൽ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഒരിക്കലും നടത്തുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ പറയുന്ന നെജിലയോട് ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്ത് കുറവാണ് നിങ്ങൾ ഈ പറയുന്ന ആളുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിങ്ങൾ കണ്ട കുറവ് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നിങ്ങൾ കുറവൻ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ അത്തരത്തിലുള്ള, അതായത് പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട യുവാക്കൾക്കുള്ള കുറവ് എന്താണ്? ശരിക്കും പറയുകയാണെങ്കിൽ നെജില ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരെ ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ എന്തൊക്കെ അവയവങ്ങൾ ഏതെല്ലാം രൂപത്തിലാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് അവരിപ്പോഴും എപ്പോഴും കൊണ്ടു നടക്കുന്നത്. അവരുടെ മരണം വരെയും അവർ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആളുകളാണ്, അതായത് നിങ്ങളുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് ചർമ്മമെങ്കിലും കുറച്ച് കട്ട് ചെയ്ത് കളയുന്നത്. അങ്ങനെ വെച്ച് പറയുകയാണെങ്കിൽ കുറവ് നിങ്ങളുടെ ആളുകൾക്ക് തന്നെയാണ് എന്ന് ഓർക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അപ്പൊ പിടി കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് തന്ന് അങ്ങോട്ട് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മുമ്പ് ഈ പറയുന്ന മറ്റൊരു ബ്ലോഗറെ, അത് നമുക്ക് അവരുടെ തമ്മിലുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ഇവിടെ പറയണ്ട. കാരണം അവര് വളരെ കാലമായിട്ട് ഈ പറയുന്ന നെജില ഒന്ന് പറയും, അപ്പുറത്ത് നിന്നിട്ട് ആ ഒരു ബ്ലോഗർ മറ്റൊന്നും ഇങ്ങോട്ട് പറയും. അപ്പൊ അവർ തമ്മിലുള്ള ഇഷ്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ പോലും ഈ പറയുന്ന നെജില വന്നിട്ട് ജാതീയമായിട്ട് അധിക്ഷേപിക്കുകയാണ്, കുറത്തി എന്ന് വിളിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പറയുന്ന നെജിലയുടെ ഉമ്മയുടെ ഒരു വോയിസ് കോൾ ഉണ്ട്. അത് നെജില വന്നിട്ട് നമ്മളെ കേൾപ്പിക്കുകയാണ്. അതായത് വാട്സപ്പില് ഉമ്മ അയച്ച, മകൾക്ക് അയച്ച ഒരു വോയിസ് കോള്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗം നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഇവിടെയും ഈ ഒരു ഉമ്മ പറയുന്നത് ഈ പറയുന്ന നെജില കുറവരുടെ പോലെയാണെന്നാണ് പറയുന്നത്. ശരിക്കും ആ ഒരു ഉമ്മച്ചിക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നെജിലയുടെ ഉമ്മ 90 വയസ്സായ ഒരു പടുവൃദ്ധയൊന്നും ആവാനുള്ള ചാൻസ് ഇല്ല. കാരണം നെജില എന്ന് പറയുന്ന വ്യക്തിക്ക് 34 വയസ്സെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു 34 വയസ്സായിട്ടുള്ള കുട്ടിയുടെ ഉമ്മച്ചിക്ക് അത്രയധികം പ്രായമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇനി എത്ര പ്രായം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സംസ്കാരം, മാന്യത എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ശരിക്കും നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് അയച്ച വോയിസ് ആയിരിക്കാം ഇത്. പക്ഷേ എന്നാൽ പോലും സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യത ഉണ്ടാവണം വാക്കുകളിലെങ്കിലും. ഇപ്പോൾ നമ്മളൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെയും ജിഹാദി എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയും നമ്മൾ വന്നിട്ട് മേത്തച്ചീന്നോ മേത്തനെന്നോ പറഞ്ഞ് നമ്മൾ സംസാരിക്കാറില്ല. നമ്മളെപ്പോഴും മുസ്ലിം സഹോദരങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ സഹോദര സമുദായത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുത്തരെയും മേത്തനെന്നോ മേത്തച്ചിയോ എന്നൊന്നും നമ്മൾ പറയാറില്ല. അപ്പോൾ അത് നമ്മളുടേതായിട്ടുള്ള സംസ്കാരമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് ഹൈന്ദവ സമുദായത്തെ ഒന്നടങ്കം നിങ്ങൾ അധിക്ഷേപിക്കുകയാണ്. നമ്മുടെ ഹൈന്ദവ സമുദായത്തിലെ തന്നെ ഒരുപാട് ജാതീയമായിട്ടുള്ള വേർതിരിവുകളുണ്ട്. അത് വാസ്തവം തന്നെയാണ്. ഉന്നത കുലജാതനെന്നും താഴേക്കിടയിലുള്ള ആളുകൾ എന്നൊക്കെയുള്ള ആ ഒരു ഇതുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും വേർതിരിച്ച് കാണുന്നില്ല. എന്നെ കാണുന്ന ആളുകളും ഉണ്ട്. അത് അപ്പോൾ അത്തരത്തിലും ഉണ്ട് എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പല ആളുകൾക്ക് ഇത് വളരെയധികം വേദനയായിട്ടുണ്ട്. കാരണം അവരുടെ ജാതിയിൽപ്പെട്ട ആളുകളെയൊക്കെ പലരും അവഗണിക്കുന്നു എന്നുള്ളൊരു വേദന ഈ പറയുന്ന ഹരിജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം തീർത്തും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരെ പലപ്പോഴും ആളുകൾ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് നിർത്തുന്നു എന്ന് പറയുമ്പോഴും ഒരു ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് അതൊരു ഫീലിങ്സ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറവൻ, കുറത്തി, കുളിക്കാത്തവരെല്ലാം കുറവര്, അതുപോലെ തന്നെ കുളിക്കാത്ത ആണുങ്ങളെല്ലാം കുറവന്മാര്, അവരെ ഭയങ്കര നാറ്റമാണ്, അടുത്തൂടെ വരുമ്പോൾ മിസ്ഡാണ്. എന്താണ് നെജില നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്നത്? നിങ്ങൾക്ക് എത്ര കുറവന്മാരുടെ അടുത്ത് പോയതിന്റെ അനുഭവം ഉണ്ട്? നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കുറവന്മാരുടെ അടുത്ത് പോയപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതാണോ നിങ്ങൾക്ക് ഒരു കുറവായിട്ട് തോന്നിയത്? നിങ്ങൾ എന്തായാലും 4 or 5 ഒക്കെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ ഇനി 10 കെട്ടിയാലും നിങ്ങളുടെ ഇഷ്ടം. ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ നിലവിൽ 5 പേരെയും കൂടെ അല്ലെങ്കിൽ 4 പേരെയും കൂടെ നിങ്ങൾ ഒരുമിച്ചല്ല ജീവിച്ചത്. ഓരോ വ്യക്തികളും ഉപേക്ഷിച്ച് പോയപ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് അടിച്ചു കളഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അടുത്ത ബന്ധം തേടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ മറ്റുള്ളവർ വിമർശിക്കുന്ന തരത്തിൽ ഞാൻ അത്രയും വലിയ രീതിയിലൊന്നും വിമർശിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, മേലാൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് കുറവനെന്നോ കുറത്തിയെന്നോ എന്നുള്ള രീതിയിലുള്ള ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ മറ്റുള്ളവർക്കെതിരെ ഉയർത്തുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം. ഹൈന്ദവരായിട്ടുള്ള ഒരു വ്യക്തികൾക്കും ഒന്നിനും ഒരു കുറവുമില്ല. ദൈവം എന്തൊക്കെ അവയവങ്ങൾ എവിടെയൊക്കെ വച്ചു കൊടുത്തിട്ടുണ്ടോ അതെല്ലാം അവർ മരണപ്പെട്ട് അഗ്നിക്കിരയാകുന്നത് വരെ അവരുടെ ശരീരത്തിൽ സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും.
നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ഈ പറയുന്ന സ്കിന്നെങ്കിലും കുറച്ച് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ കുറവെന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറവര് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ ഈ പറയുന്ന നെജിലയുടെ ഉമ്മ പറഞ്ഞത് മകളെ കുറത്തി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മകളുണ്ടല്ലോ, ഉമ്മച്ചിയോട് തിരിച്ചു പറയുകയാണ്, ഉമ്മച്ചി ഏതെങ്കിലും കുറവനിൽ ഉണ്ടായതായിരിക്കും ഞാൻ, അതുകൊണ്ടായിരിക്കും എനിക്ക് കുറവന്റെ ലുക്ക് കിട്ടിയത് എന്ന് പറയുകയാണ്. എന്തുപാടെ നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു ഉപകരണമാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് അമ്മാനും ആടുന്ന സമയത്ത്, അമ്മയും മകളുമായിട്ടായാലും മറ്റുള്ളവരുമായിട്ടായാലും തർക്കിക്കുന്ന സമയത്ത് എടുത്ത് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള ഒരു പേരാണോ ഈ പറയുന്ന ഹരിജനങ്ങള്? അവരെ നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കുറവര് എന്നും കുറത്തി എന്നും പറഞ്ഞ് അധിക്ഷേപിക്കുന്നു? ഇത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ശരിക്കും ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു നല്ല നടപടിയല്ല. ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ നിർത്തണം. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഈ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഉമ്മ തന്നെ നിങ്ങളെ കുറത്തി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഉമ്മച്ചിയെ കുറവര് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. അതുപോലെ ഉമ്മച്ചി ഏതോ കുറവന്റെ കൂടെ പോയിട്ടായിരിക്കും ഞാൻ ഉണ്ടായത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നവരെ മുഴുവൻ, നിങ്ങൾക്ക് ആരെയും ഇഷ്ടമല്ല അവരെ മുഴുവൻ നിങ്ങൾ കുറവനെന്ന് കുറത്തി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഇത് ആരെങ്കിലും ഒക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ ഒരു സ്ത്രീ പറയുന്ന ഈ ഒരു വൃത്തികേടുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ എന്തിനാണ് ജാതീയമായിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് ഇങ്ങനെ മറ്റുള്ളവരെ അധിക്ഷേപിക്കാനായിട്ട്? നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കുള്ള ഒരു കുറവാണ് നിങ്ങളുടെ ഈ 4 കല്യാണവും അതിൽ 4 മക്കളും. അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ സ്വയം കുറവുള്ള നിങ്ങളാണ് മറ്റുള്ളവരെ ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത്. സ്വന്തം ഭർത്താവ് കുളിക്കാതെ അടുത്ത് വന്നു കഴിഞ്ഞാൽ, അയാൾക്ക് നാറ്റം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും കുറവനെ പോലെ. അല്ലെങ്കിൽ ഭർത്താവ് പല്ല് തേക്കാതെ രാവിലെ അടുത്ത് നിന്ന് വാ തുറന്നു കഴിഞ്ഞാൽ ഉടനെ പറയും കുറവന്റെ നാറ്റം. ഇത് എന്താണുള്ളത്? നമുക്കാർക്കും അങ്ങനെ തോന്നുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് സമ്പർക്കം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ നാറ്റവും മണവും ഒക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്തായാലും ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഇവരൊക്കെ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്തോ അങ്ങ് പറയാന്നാണോ? കയ്യിലൊരു ചാനലും ഉണ്ട്, ഇത്രയും റോഡ് പോലെ നീണ്ടു കിടക്കുന്ന ഒരു നാക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ത് അപരാധങ്ങൾ വിളിച്ച് പറയാനാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾ പറയൂ, നിങ്ങളുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയൂ. നിങ്ങൾ പബ്ലിക്കിൽ കൊണ്ടിട്ട് തീർച്ചയായും ജനങ്ങൾ പ്രതികരിക്കാതിരിക്കുകയൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇടണം. നിങ്ങൾ വീഡിയോ ആരായാലും, ഏതൊരു വ്യക്തിയാണെങ്കിലും വീഡിയോ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കാക്കി ഇടുകയാണെങ്കിൽ റിയാക്ട് ചെയ്യുന്നവരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് പബ്ലിക്കായിട്ടുള്ള ഒരു വിഷയമല്ല. ഇത് നിങ്ങളൊരു സമുദായത്തിന് നേരെ, നിങ്ങൾ ഒരു മതത്തിന് നേരെ തിരിഞ്ഞ് പറയുന്ന അധിക്ഷേപങ്ങളാണ്. ഇത് വേറെ എവിടെ നടക്കും? നേരെ മറിച്ച് ഏതെങ്കിലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു ആൾ വന്നിരുന്നിട്ട് നിങ്ങളുടെ മതത്തിലുള്ള ആളുകളെ കാഫിറുകളെന്നോ അല്ലെങ്കിൽ ഇതുപോലെ മേത്തനെന്നോ മേത്തച്ചിയെന്നോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? നിങ്ങൾ കേട്ട് മിണ്ടാണ്ട് ഇങ്ങനെ വായ പൊത്തി വായിക്കാത്ത കുമ്പളങ്ങി ഇട്ടുകൊണ്ട് മിണ്ടാണ്ടിരിക്കോ? ഒരു മൂലയ്ക്ക് ഇരിക്കോ? ഇല്ലല്ലോ. അപ്പം മേലിൽ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾ ഈ പറയുന്ന വാക്കുകൾ പലർക്കും നന്നായിട്ട് കൊള്ളും. ഇപ്പൊ ചെറിയ കുട്ടികൾ വരെയുണ്ട്, എല്ലാവരുടെ കയ്യിലും ഫോണും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ പിള്ളേരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ ജാതീയമായിട്ട് ഇങ്ങനെ അധിക്ഷേപിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാവില്ലേ? നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് പെൺപിള്ളേ ജീവിക്കുന്നത്? കലാഭവൻമണി ചേട്ടൻ നമ്മൾ എല്ലാവരും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെയൊക്കെ ജാതി എന്താണ്? അദ്ദേഹത്തെയൊക്കെ ആരെങ്കിലും ജാതി അടിസ്ഥാനത്തിൽ അധിക്ഷേപിക്കാറുണ്ടോ? അതുപോലെ എത്ര കലാകാരന്മാരാണ് നമുക്കിടയിലൂടെ വന്നു പോയത്, ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്താലേ നല്ലത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ഫാമിലി തന്നെ നിങ്ങൾ കണ്ടന്റ് ആക്കി വെച്ചിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിനുള്ളിൽ ഉള്ള ആളുകളെ നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, കാഫിറെന്നോ ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ പറഞ്ഞോ. പക്ഷെ മറ്റുള്ളവരെ ഇമാതിരി ഡയലോഗും കൊണ്ട് വന്നേക്കരുത്. ഇതൊരു വാണിംഗ് ആയിട്ട് കരുതിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചധികം കയറി പോവുകയാണ് നിങ്ങൾ. കുറച്ചധികം. ഇത് ഒരു തവണയല്ല ഈ കുറവനെന്ന് കുറത്തി എന്നുള്ള വാക്കുകൾ നിങ്ങൾ പറയുന്നത്. ഇത് ഒരു തവണയല്ല, ഒരുപാട് തവണ ആവുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക്? നിങ്ങളുടെ ഭർത്താവ് കുളിച്ചില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കുളിപ്പിക്കുക. നല്ലൊരു വാസന സോപ്പ് മേടിച്ച് അയാളെ കുളിപ്പിക്കുക. അയാൾ പല്ല് തേച്ചില്ലെങ്കിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് വെച്ചിട്ട് അയാൾക്ക് പല്ല് തേച്ച് കൊടുക്കുക. അയാളുടെ വസ്ത്രം കഴിയില്ലെങ്കിൽ നിങ്ങൾ കഴുകി, നിങ്ങൾ നല്ലൊരു ഭാര്യയാണെങ്കിൽ കഴിപ്പിച്ച് അത് ധരിപ്പിച്ച് അയാളെ വൃത്തിയാക്കി നടത്തുക. അതല്ലാണ്ട് കുറവനെ പോലെ വാനാറ്റം, കുറവനെ പോലെ കുളിക്കുന്നില്ല നാറ്റം, കുറവന്മാരെ പോലെ തുണി കഴുകൂല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതുപോലെ തന്നെ ഉമ്മയും മോളും, ഉമ്മ മോളെ വിളിക്കാണ് കുറവരുടെ ലുക്കാണെന്ന്. അതെന്താ? ഈ ഇസ്ലാം കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ മനുഷ്യരും കാണാൻ അതിസുന്ദരികളും അതിസുന്ദരന്മാരുമാണോ? നിങ്ങൾക്ക് ആർക്കും ഒരു കുറവും ഇല്ലേ? നിങ്ങളെല്ലാം ഭയങ്കര സുന്ദരന്മാരാണോ? അപ്പൊ അതൊക്കെ എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത്? എടോ, എല്ലായിടത്തും സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്ത ആളുകളും ഉണ്ടാവും. അവരുടെയൊക്കെ മനസ്സിന്റെ സൗന്ദര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് മറ്റേ ഇതുപോലെയുള്ള കൂറ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നിട്ട് മറ്റുള്ളവരെ ഇത്രയധികം പറഞ്ഞിട്ട് പോലും ആരും പ്രതികരിക്കുന്നില്ലെന്നേ. അതാണ് ഞാൻ ഓർക്കുന്നത്. ഇത്രയധികം പറഞ്ഞിട്ട് ആരും പ്രതികരിക്കുന്നില്ല. നേരെ മറിച്ച് ഈ പറയുന്ന അൻസിബയുടെ വിഷയം എടുത്തു കഴിഞ്ഞാലും ടിനീട്ടോം ജിഹാദി എന്ന് ഈ പറയുന്ന പുള്ളിക്കാർത്തിയുടെ കൂടെ വിളിച്ചില്ല. അത് മറ്റൊരാളെടുത്ത് പറഞ്ഞിട്ട് ആ കേട്ട ആളാണ് ഈ പറയുന്ന അൻസിബയോട് പറയുന്നത്. അതാണ് ഇത്രയും വലിയ വിഷയമായത്. അതുപോലെ തന്നെ ആരുടെ കാര്യം എടുത്താൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ നാളായിട്ട് ന്യൂസ് കഫേ ചാനലിലുള്ള ബൈജു ഉണ്ടല്ലോ, അപ്പി ബൈജു, തീട്ടം ബൈജു,
ആ തീട്ടം ബൈജുവിനെതിരെ വരെ നമ്മളൊക്കെ ഇപ്പൊ ഈ ഞാൻ എന്റെ പഴയ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് ഞാനും അയാൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ തന്നെ ജിഹാദികളെ, മദ്രസ പൊട്ടന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. അത് കേൾക്കുമ്പോൾ എന്തോ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കും എന്തിനാണ് എല്ലാവരും ആയാലും ഐക്യതയോടുകൂടിയാണ് ജീവിക്കേണ്ടത്. ഇനി അഥവാ ഐക്യത ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ മറ്റുള്ളവരെ അധിക്ഷേപിക്കാതിരിക്കുക. ഈ പറയുന്ന നെജിലയെ നാറ്റമൊന്നും ഇല്ലേ? കുളിക്കാതെ നനയ്ക്കാതെ പല്ലിയേക്കാതെ ഒന്നും ഇരുന്ന നെജിലേക്ക് ഒരു വാടേ അടിക്കത്തില്ലേ? നെജില ഭയങ്കര എന്താണ്, എന്തെങ്കിലും സംഭവമാണോ? അപ്പൊ എന്തായാലും ഇത് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കയ്യിൽ വലിയൊരു ചാനൽ വെച്ചുകൊണ്ട് ഇങ്ങനെ വലിയ യൂട്യൂബർ ആണെന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒരു പൊടിക്കെങ്കിലും വിവരം ഉണ്ടാവണം. അത്രേ പറയാനുള്ളൂ. എന്തായാലും നിർത്തിക്കോ ഈ വൃത്തികെട്ട വർത്തമാനം, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറിപ്പോയിരുന്ന് തടവ് കളഞ്ഞാൽ മതി. കാരണം ഇതിന് ഇങ്ങനെ ഒരു മറുപടി അല്ലാതെ മറ്റൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രയധികം മ്ലേച്ഛമായിട്ടാണ് ഇവര് ഈ പറയുന്ന ഹരിജൻ സമുദായത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ പോലും, നമ്മളെ എല്ലാവരും ഹൈന്ദവരാണ്, പക്ഷെ ആരെയും ഇത്തരത്തിൽ ജാതീയമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ആളുകളല്ല. അതുകൊണ്ടാണ് ഇതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയത്. കാരണം കുറച്ചധികം നാളായിട്ട് ഈ ഒരു സ്ത്രീ ഇത് വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, കുറവനിലുണ്ടായത് തന്നെ. അപ്പൊ നീ എവിടെ പോയി അവരാധിച്ചാണ് എന്നെ ഉണ്ടാക്കിയത്? കാണിച്ചു തരാ കേട്ടാ. പിന്നെ ബില്ലൊക്കെ നിരത്തി ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടേ. കുറവനിലുണ്ടായതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, എനിക്കില്ല. കാരണം എനിക്കൊരു വാപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായേനെ. എനിക്കതില്ല. അനിയനുണ്ട്, കാക്കാക്കുണ്ട്. എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ ആരിലുണ്ടായത്? ഞാൻ ഹറാമിലുണ്ടായതാ. നിങ്ങൾ തന്നെ പറ. ഞാനും കറാൻകുട്ടിയായിരിക്കും. എനിക്ക് നാളെ നിങ്ങളെ നാവിന്നൊന്നും എന്നെ കേട്ടല്ലോ കുറവനിലുണ്ടായണെന്ന് ഞാൻ. അപ്പൊ ഞാൻ നാളെ പറന്നു വിളിച്ച് കേറി ഷഹാദത്ത് കലിമയും ചൊല്ലി അനിയനെ വിളിച്ചു വരുത്താം. എന്താണ് ചെയ്യേണ്ടെന്നേ? ഞാൻ ഇത്രയും കാലം അപ്പൊ ചെയ്തതൊന്നും ദീനിന് വേണ്ടിയല്ലേ? പറ, ഞാൻ ഒന്നിനു വേണ്ടിയല്ലേ? അവരിപ്പോ പറയണേ ഞാൻ കുറവനിലുണ്ടായണെന്ന്. ഏത് കുറവനില്? കുറവനിലുണ്ടായ ഏത് കുറവനിലുണ്ടായെന്ന് പറ. എന്നാലും എനിക്ക് ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാം. മതം സ്വീകരിച്ചേ പറ്റൂ. കുട്ടികളെയും ഫർള് കുളിപ്പിച്ച് ചെയ്തെല്ലാം കേൾക്കണം. കാരണം എന്നിലുണ്ടായതല്ലേ. അവരിപ്പോ പറയണേ ഇത് കുറവനിലുണ്ടായാണ് ഞാനെന്ന്. അവര് തന്നെ പറയണേ. അപ്പൊ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇട്ടേക്കൂ. ഞാൻ എല്ലാവരുടെയും കമന്റ് നോക്കും. കമന്റിന് എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.